വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പിടിച്ച മീനിനെ നമ്മൾ കുക്ക് ചെയ്യുക. ഇവിടെ കാനഡയിൽ നമുക്ക് ഫിഷിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചൂണ്ടയിട്ട് മീനെ പിടിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതായത് ഓരോ ടൈപ്പ് മീനിനും കണക്കുണ്ട്. ആ കണക്കിൽ കൂടുതൽ മീനുകളെ നമുക്ക് പിടിക്കാൻ പറ്റുന്നതല്ല. ഇതിലിപ്പോൾ കാണുന്നത് ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് കിട്ടിയ മീനുകളാണ്. ഇപ്പോൾ 2 തരം മീനാണ് ഇതിലുള്ളത്. അതിൽ ഒന്ന് നോർത്തേൺ സൺഫിഷും പിന്നെ ബ്ലൂ ഗിൽസും, അങ്ങനെ 2 ടൈപ്പ് മീനുകളാണ് ഈ ഒരു ബോക്സസിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് പിടിച്ച മീനാണ്. ഞാനിതിനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഈ മീനിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിനെ വെള്ളം നിറച്ച് അതിനെ കുറച്ച് നേരം ആ ഒരു വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്ത് അങ്ങനെ വെക്കുകയാണ്. കാര്യം അതിന് ശേഷമേ ഇതിനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഐസ് എല്ലാം ഉരുകിയതിന് ശേഷം ഞാൻ ആ മീനിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഈ ഒരു സെറ്റിൽ നിന്നും കുറച്ച് വലിപ്പമുള്ള മീനിനെ കറി വെക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ 2 സെറ്റായിട്ട് മാറ്റി വെച്ചു. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒരു മിക്സാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മീനിന് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പിലോപ്പി അല്ലെങ്കിൽ കരിമീൻ അങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ ഫിഷസിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സെറ്റ് കറി വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ 2 സെറ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് 2ഉം ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതാകുമ്പോഴേക്കും അടുത്ത ദിവസം എനിക്ക് മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറിക്കും അതുപോലെ തന്നെ ഫ്രൈക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അടുത്ത ദിവസം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ 2 സെറ്റ് ബോക്സസും ഞാൻ പുറത്തെടുത്ത് വെച്ചു. അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതിനെ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി 2 ദിവസം ഫ്രീസറിൽ മുന്നേ വെച്ചിരുന്ന മീനായതുകൊണ്ട് ഞാനത് കറി വയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സെമി ഫ്രൈ ചെയ്തിട്ടായിരിക്കും കറി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത മീനാണ് ഇപ്പോൾ സെമി ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെ സെമി ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴേക്കും ഈ മീൻ പൊടിഞ്ഞു പോകത്തില്ല, നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കാര്യം ഇത് 2 ദിവസം ഫ്രീസറിൽ ഇരുന്നത് കൊണ്ട് കറി വെക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ സെമി ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നത്. അപ്പോൾ കറി വെക്കുന്ന മീൻ അവിടെ സെമി ഫ്രൈ ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനിനെ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇടുവാണ്. ഇവിടെ ഇപ്പോൾ കറിക്കുള്ള മീൻ സെമി ഫ്രൈ ആയി കഴിഞ്ഞു. ഈ ഒരു പാകത്തിലാണ് നമുക്കിത് വേണ്ടുന്നത്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ ചെയ്ത മീനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് ആ ഒരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതിന് നമ്മൾ വേറൊരു ബോക്സിലേക്ക് ഞാനങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് പച്ചമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു തക്കാളിക്ക് ആവശ്യത്തിന് പുളിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച തക്കാളിക്ക് കുറച്ച് പുളി കുറവായിരുന്നു. എനിക്ക് പുളി പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിനാഗിരി ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മീൻകറിക്ക് യൂസ് ചെയ്യുന്ന പുളി ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ തക്കാളി ചാറ് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറിക്ക് ഒത്തിരി ചാറ് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇത് കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ സെമി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി സെമി ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും റെഡി ആയിട്ടുണ്ട്.